മനുഷ്യൻ മടുത്ത് ആ സുനിയുടെ വാക്കും കേട്ട് ഷംസിനെ ഓടിച്ച് അവനുണ്ടാക്കി ഇത്തിരി കഞ്ഞെങ്കിലും വെച്ചെന്നു. അപ്പൂപ്പ വാസു അപ്പൂപ്പ വാസു അപ്പൂപ്പ വാസു അപ്പൂപ്പ അപ്പൂപ്പനാ ആരടി നീ? ഞാൻ തുമ്പി. തുപ്പിന്നാ? അപ്പൂപ്പ തുപ്പിന്നല്ല തുമ്പി. THUMBI തുമ്പി. തുമ്പി ആയാലും പൂമ്പാറ്റായാലും എന്നെ അപ്പൂപ്പാന്ന് വിളിക്കണ്ട. എന്റെ അപ്പൂപ്പനെ ഞാൻ അപ്പൂപ്പന്നല്ലാതെ ചേട്ടന്ന് വിളിക്കാൻ പറ്റുമോ? ചേട്ടാന്നാ? എന്നോട് ആരടി പറഞ്ഞത് നിന്റെ അപ്പൂപ്പനാണെന്ന്? എന്റെ അമ്മ. അമ്മേ? ആ എന്റെ അമ്മ. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇറങ്ങി പോച്ചേ. Please listen my grandfather. Don't use bad word. ഇംഗ്ലീഷ് പറഞ്ഞ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട കുരിപ്പേ. Silence. ഒച്ച ഉണ്ടാക്കി പോവരുത്. ഒച്ച ഉണ്ടാക്കിയാ ഞാൻ എല്ലാവർക്കും പോവാം. അലരിക്കോ എനിക്കെന്താ? ആൾക്കാർ കൂടും. ആൾക്കാർ കൂടട്ടെ. അപ്പൊ ഞാൻ അവരോട് പറയാം അപ്പൂപ്പൻ എന്നെ ബാഡ് ടച്ച് ചെയ്തു. ബാൻഡേജാ? ബാൻഡേജ് അല്ല, ബാഡ് ടച്ച്. എന്നുവെച്ചാ പുവർ ഓൾഡ് വില്ലേജ് മാൻ അതുപോലെ അറിയില്ല. നീ എന്തൊക്കെയാണ് വെച്ച് കിടന്ന് പുലമ്പുന്നത്? എന്റെ അപ്പൂപ്പ. അപ്പൂപ്പനാ? എന്നാ എന്റെ അങ്ങളെ എന്റെ കവിളിലൊന്ന് തൊട്ടേ. ഞാനെന്തിനാ നിന്റെ കവിളിൽ തൊടുന്നത്? തൊട് തൊടങ്ങളെ. മാറുവച്ചേ തൊട് പ്ലീസ് തൊട്. എന്റെ ദേഹത്തോട്ട് പോരുത്. എന്റെ കവിള് തൊട്ടാ ഞാൻ ആരാണെന്ന് പറഞ്ഞുതരാം. സത്യമായിട്ടും പ്രോമിസ്. ശരി ഞാൻ തൊടാം. വെരി വെരി ഗുഡ് ബൈ. ഇതാണ് ബാഡ് ടച്ച്. മനുവായി എന്താണ് ഒച്ചെടുക്കുന്നത്? ഒരു പണി കിട്ടിയടാ. വീണ്ടും പോയി കെട്ടിയാ? കെട്ടിയൊന്നുമില്ല. പിന്നെ എടാ ഒരു പള്ളത്ര വലിപ്പമുള്ള ഒരു പെങ്കൊച്ച് വീട്ടിൽ വന്നേക്കണം. പെങ്കൊച്ച്? ആ ബാൻഡേജാ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ ഒന്ന് വന്നേ. നല്ല കൊത്തുണ്ട്. ചേട്ടൻ ചെല്ലേ, ഞാൻ പിന്നെ വരാം. കൊത്ത് കോപ്പ്. നീ ഒന്ന് വന്നേ. മനുഷ്യനാകെ ടെൻഷൻ എടുത്തേക്ക്. നീ വിട്ടാ ഇങ്ങനെ വന്നേ. ഞങ്ങളെന്നെ ബാഡ് ടച്ച് ചെയ്തു. അത് ശരി. എന്നോട് കവളത്തോടാൻ പറഞ്ഞിട്ടാ? നോ, ഈ ഞങ്ങള് കളവ് പറയാ. ഞാനതൊന്നും ടച്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നോണ പറഞ്ഞാണ്ടല്ലോ. കേസ് വേറെയാണ്, ഫോക്സോ കേസ് ആവുന്നു. എന്നുവെച്ചാ അതൊക്കെ ഉണ്ട്. ഇനി കിടന്ന് ഒച്ച എടുത്താ ഞാൻ കിടന്ന് കാറും. ആൾക്കാര് കൂടും. അങ്ങനൊന്നും പേടിപ്പിക്കല്ലേ. ഞങ്ങള് തന്നെ ബാഡ് ടച്ച് ചെയ്തു ഞാൻ പറയാം. വേഗം ഇരിക്കണം. ഈ പള്ളത്തിടന്ന് പിടക്കണ പിടക്കല് കണ്ട. ചേട്ടൻ നിസ്സാര കേസല്ല. പോലീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നാറും, മേടി എടുത്തിട്ട് അലക്കും. നാട്ടുകാരുണ്ടല്ലോ വലിച്ച് കീറും. കേസ് വേറെയാണത്. അതിന് ഞാൻ കവളിൽ ചെറുതായിട്ട് തൊട്ടല്ലേ ഉള്ളൂ. അത് തന്നെ ധാരാളം. നാളാരും ആ മോക്കിപ്പോ എന്താ വേണ്ടത്? അത് മിഠായി മതിയാ? നോ. ഐസ്ക്രീം മതിയോ? നോ. അതിലിട്ട മാങ്ങ മതിയാ? ഉപ്പിലിട്ട മാങ്ങ. ഉപ്പിലിട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ എനിക്ക് എന്റെ അങ്കിളിനോട് ഒന്ന് ചോദിക്കണം. ഇനി അങ്കിളാ? അതാരാ? അതൊക്കെ ഉണ്ട്. പാസ്വേഡ് അതൊന്നും വേണ്ട, ഞാൻ തുറന്നോളാം.
ജീവനും കൊണ്ട് ഓടിയതാണല്ലോ ഇവിടെ നിന്ന്. പഴയ കുറേ കളികൾ കളിച്ചു തീർക്കാനും പുതിയ കളികൾ കളിക്കാനും കളിച്ച് പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് തിരിച്ചു വരവ്. ഇനി എന്ത് കളികള്? ഐസ് ക്യൂബ് ഇട്ട് കാത്തിരിക്കാൻ സമയമില്ലാത്ത നല്ല ന്യൂജൻ കളികൾ. ധാരാവി എന്ന ചേരിയൊന്നും ഞാൻ ഒഴിപ്പിച്ചിട്ടില്ല. തീവെട്ടിയിൽ വന്ന ഷാനും ഷംസീറിനെ ഞാൻ ഇവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട്. ഒരു ന്യൂസും കാണിച്ച് പറ്റിച്ചിട്ട് എന്നെ നൈസാക്കിയിട്ട് അങ്ങോട്ട് സൂട്ടാക്കാന്ന് വിചാരിച്ചല്ലേ രണ്ട് കള്ളന്മാർ കൂടി. ഇതെന്താണ് പറയുന്നത്? ₹1 വാടക തരാണ്ട് ഷാനും ഷംസീറും ഇവിടെ കഴിയും. അതങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയാവും. ഇല്ലെങ്കിലേ ഈ ബാറ്റ് ടച്ച് പുറം ലോകം അറിയും. താനേ 1 2 3 4 അഴിയെണ്ണും അഴിയെ, മനസ്സിലായാ? മാസങ്ങളെ ഇതാണ് എന്റെ ഡേ. ഷാനും ഷംസീറും ഇല്ലാത്ത ഒരു കളിയില്ല എൻ്റെ മക്കളെ. അമ്പാനെ ബാറ്റ് ടച്ച്.